എൻ്റെ പേര് ബിജു, വൈഫ് ധന്യ. 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. ഒരാൾ ജോഷ, 5 മകൻ. ഒരാൾ 9th, ഒരാൾ 11th പഠിക്കുന്നു. മൂന്നാറിലാണ് ഞങ്ങൾ ബിസിനസ്. ഞങ്ങളുടെ വീട് കോതമംഗലത്തിനടുത്ത് നെല്ലിമരത്താണ്. ഇവിടെ ഒരു വീട് ഞങ്ങൾക്ക് തറവാട് വീടിനോടൊക്കെ അടുത്ത് ഒരു വീട് വേണമെന്നുള്ള ചിന്താഗതിയിലിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഒത്തു കിട്ടുകയും അതിലൊരു വീട് പണിയാൻ താല്പര്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാം വീട് പണി സ്ട്രക്ചർ തീർത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേജിൽ ഇൻറ്റീരിയർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് കണക്കൂട്ടിൽ. ഞങ്ങൾ പല ഇൻറ്റീരിയറുമായിട്ട് എടുത്ത് പോവുകയും അവരുടെ വർക്കുകൾ കാണുകയും അതിൽ ഏറ്റവും സെലക്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് ഡിസൈൻ ഇൻറ്റീരിയർ ആയിരുന്നു. തന്നെയല്ല, അതിനേക്കാൾ ഉപരി അവരുടെ ബഡ്ജറ്റും ഞങ്ങൾക്ക് ഫീസിബിൾ ആയിരുന്നു. ചെരിവ് പ്രദേശത്തായിരുന്നു ഞങ്ങളുടെ പ്ലോട്ട് കിടക്കുന്നത്, NH-ന്. അപ്പോൾ ആ ചെരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്യാതെ ചെറിയ രീതിക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ വീട് 2 നിലയായിട്ടാണ് ഞങ്ങൾ ഒരു സിംഗിൾ നിലയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഇൻറ്റീരിയറുകാരനും ആർക്കിടെക്റ്റും തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ലാൻഡ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് 2 നിലയാക്കി പണിയാമെന്ന് പറയുകയും താഴെ ഒരു കാർ പോർച്ചും ഒരു ബെഡ്റൂം, മുകളിൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും 3 ബെഡ്റൂമും മുകളിലത്തെ ഒരുക്കത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന മാതിരി തന്നെ ഞങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് ഡിസൈൻ ഇൻറ്റീരിയർ ഞങ്ങളെ നല്ല രീതിക്ക് സഹായിച്ചു. ഞങ്ങൾ ഡിസൈൻ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാനും ഹസ്ബൻഡും പിന്നെ അവരുടെ ഡിസൈനറും ഒരുമിച്ചിരുന്ന ഒട്ടേറെ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ വന്നു, സൈറ്റിൽ വന്നു, പിന്നെ അവരുടെ ഓഫീസിൽ, വർക്ക്ഷോപ്പിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ചുള്ള ഡിസ്കഷനിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഐഡിയാസാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് അവരുടെ ഡിസൈനറുടെ ഒരു കഴിവും പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ മാനിച്ചു എന്നുള്ളതിനകത്തൊരു വലിയ കാര്യമാണ്. കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാതെ അവരുടെ അഭിപ്രായം ഞങ്ങൾക്കും സ്വീകരിക്കേണ്ടി വന്നു. പക്ഷെ അതെല്ലാം അവസാനത്തെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ അത് ഞങ്ങൾക്ക് വളരെ അത് അന്നത്തെ സജഷൻസ് എല്ലാം നല്ലതായിരുന്നു എന്നൊരു തോന്നൽ വന്നു. ഈ വീടിന് 2 കിച്ചണാണുള്ളത്, മോഡുലാർ കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയ കിച്ചണും. എൻ്റെ ഒരു മനസ്സിൽ ഒത്തിരി ഓടി നടക്കാതെ ഒരു ഇതിൽ തന്നെ നമുക്ക് കയ്യെത്തുന്നിടത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ വാഷ് ഏരിയ, സിങ്ക് എല്ലാം അങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് വർക്ക് ഏരിയ കിച്ചണാണ് കുറച്ചും കൂടെ വലിപ്പം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയക്ക് തന്നെ നല്ല രീതിക്ക് ചെയ്തു തന്നു. പിന്നെ കളർ കോമ്പിനേഷൻ, അതായത് കിച്ചണിലെ കബോർഡുകളെല്ലാം മോഡുലാർ കിച്ചണിൽ കുറച്ചും കൂടെ ഒരു ക്ലാസി ലുക്ക് വരാൻ പാകത്തിന് ലാമിനേഷനാണ് ചെയ്തത്. പിന്നെ വർക്ക് ഏരിയ കിച്ചൺ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിനനുസരിച്ച് നല്ല കളർ കോമ്പിനേഷൻ, അത് ഞങ്ങളുടെ ഒരു അഭിപ്രായവും പിന്നെ ഡിസൈനറുടെ അഭിപ്രായം കൂടെ യോജിപ്പിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് എനിക്ക് തൃപ്തിയാകുന്ന രീതിയിൽ. സാധാരണ വീട്ടിൽ സ്ത്രീകൾക്ക് ഏറ്റവും കിച്ചണാണല്ലോ ഏറ്റവും മനോഹരമായിട്ട് സൂക്ഷിക്കാനും അവർ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എൻ്റെ മനസ്സിനിണങ്ങിയ രീതിയിൽ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. മീറ്റ് ചെയ്ത് ഓരോന്നിൻ്റെ കുറ്റങ്ങളും കുറവുകളും കളർ കോമ്പിനേഷനും എല്ലാം ചൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ 2 പേരുടെയും ഇഷ്ടങ്ങൾ, ചിലത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലത് അവർക്ക് ഇഷ്ടപ്പെടും. ആ 2 കമ്പൈൻ ചെയ്ത് ഞങ്ങൾക്ക് എന്തായാലും ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ഞങ്ങളുടെ മനസ്സിനിണങ്ങിയ മാതിരിക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ടൈമിനുള്ളിൽ തന്നെ ഇവർക്കത് ചെയ്ത് തീർത്ത് തരാൻ സാധിക്കുകയും ചെയ്തു. ബഡ്ജറ്റും അതുമാതിരി തന്നെ ഞങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങൾക്കത് ചെയ്ത് തീർത്ത് തരികയും ചെയ്തു. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ ഇൻറ്റീരിയർ ഞങ്ങൾ കൊടുത്തതിൽ ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാളുകളിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ആരെങ്കിലും ഒരു സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇവരെ തന്നെയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്.